നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് എന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നിൻ്റെ ചരിത്ര താളുകളിൽ തങ്ക ലിപികളാൽ എഴുതപ്പെടുന്നു കാർലോ ആഞ്ചലോട്ടിയുടെ പേര്. റയലിന് വേണ്ടി ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ പരിശീലകൻ, യെസ്, ഡോൺ കാർലോ. ഇന്നലെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ മുത്തമിട്ടതോടുകൂടി അദ്ദേഹം റയൽ മാഡ്രിഡിനായിട്ട് 15 കിരീടങ്ങൾ തികച്ചിരിക്കുകയാണ്. സാക്ഷാൽ മുനോസിനെ മറികടന്നിരിക്കുന്നു. മുനോസിന് 14 കിരീടങ്ങളേ ഉള്ളൂ. സിദാന് 11 കിരീടങ്ങളാണെങ്കിൽ മലോയിക്ക് 8 കിരീടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡെൽബോസ്കിന് 7 കിരീടങ്ങളാണ്. കൃത്യമായി വർഷങ്ങൾ വെച്ച് ഈ നേട്ടത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. റയലിനായിട്ട് ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയതിൽ 5-ാം സ്ഥാനത്ത് ഡെൽബോസ്കാണ്. 4 വർഷക്കാലമാണ് അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ചത്. 1994 പിന്നീട് 99 മുതൽ 2003 വരെയുള്ള 4 വർഷ കാലഘട്ടങ്ങളിൽ അദ്ദേഹം 7 കിരീടങ്ങളാണ് റയൽ മാഡ്രിഡിന് നേടിക്കൊടുത്തത്. അതേസമയം മലോനി 8 കിരീടങ്ങൾ നേടിക്കൊടുത്ത് 4 വർഷക്കാലത്തിനിടയിലാണ്. 1974 അദ്ദേഹം കോച്ചായിരുന്നു, 77-79 പിന്നെ 1982 അതിനുശേഷം 1985-86 കാലഘട്ടത്തിലും അദ്ദേഹം ടീമിൻ്റെ കോച്ചായി. അങ്ങനെ 4 വർഷക്കാലത്തിനിടയ്ക്ക് 8 കിരീടങ്ങൾ അദ്ദേഹം നേടി. ഇപ്പോൾ സിനദിൻ സിദാൻ 4 വർഷം കൊണ്ട് നേടിയത് 11 കിരീടങ്ങളായിരുന്നു. 2016 മുതൽ 2018 വരെയുള്ള ആദ്യഘട്ടം, അതിനുശേഷം 2019 മുതൽ 2021 വരെയുള്ള രണ്ടാം ഘട്ടം. ഈ 2 ഘട്ടങ്ങളിലായി 4 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം റയലിൻ്റെ ഷെൽഫിലേക്ക് കൊണ്ടുപോയത് 11 കിരീടങ്ങളാണ്. മുനോസ് ആയിരുന്നു ഇതുവരെ 1-ാം സ്ഥാനത്ത്. 15 വർഷക്കാലത്തെ പരിശീലനം, 1959 മുതൽ 1974 വരെയുള്ള കാലഘട്ടത്തിൽ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ച ലെജൻഡറി കോച്ച് 14 കിരീടങ്ങൾ അവർക്ക് വേണ്ടി നേടിക്കൊടുത്തായിരുന്നു ഇതുവരെ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ ആഞ്ചലോട്ടി അത് മറികടക്കുന്നു. 5 വർഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 15 കിരീടങ്ങൾ. 2013 മുതൽ 2015 വരെ ആദ്യഘട്ടം, ഇപ്പോൾ 2021 മുതൽ 2024 വരെ. ഇനിയും ഇത് മുന്നോട്ട് പോകും. ഇപ്പോൾ 15 കിരീടങ്ങളുമായിട്ട് അദ്ദേഹം 1-ാം സ്ഥാനത്ത്. ഡോൺ കാർലോ ഇനിയും എത്ര കിരീടങ്ങൾ വാരിക്കൂട്ടും? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.